ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പൈനാപ്പിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. ആർക്ക് കൊടുത്താലും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് പൈനാപ്പിൾ കേക്ക്. രുചികളിൽ ഒരു പടി മുൻപിലാണ് പൈനാപ്പിൾ കേക്ക്. അപ്പോൾ പൈനാപ്പിൾ കേക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ളതാണ് ഈ ഒരു പൈനാപ്പിൾ കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഫ്രഷ് പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: മൈദ 80 ഗ്രാം, ബട്ടർ 80 ഗ്രാം, പഞ്ചസാര പൊടിച്ചത് 80 ഗ്രാം, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അര കപ്പ് ചോപ്പ് ചെയ്തെടുത്ത പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കണം. മറ്റ് ഇൻഗ്രീഡിയൻസായ ഉപ്പ്, ഫുഡ് കളർ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ്, പാല്, എണ്ണ, 2 മുട്ട. ബേക്ക് ചെയ്യാനുള്ള സ്ക്വയർ ടിൻ ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പഞ്ചസാരയും പൈനാപ്പിളിലെ വെള്ളവും എല്ലാം നല്ലതുപോലെ വറ്റി വരണം. നമ്മൾ അരക്കപ്പ് പൈനാപ്പിളാണ് എടുത്തത്. അത് 1/4 കപ്പോളമായി വരും. ഇതുപോലെ വറ്റി വരും. അതിനുശേഷം ഇതിലേക്ക് എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ എല്ലാം അടിയിൽ പോയി കിടക്കും. അതിനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റേജ് സ്കിപ്പ് ചെയ്യരുത്. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിനായി മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കണം. ഇനി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന ബട്ടർ ചേർക്കാം. 80 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 80 ഗ്രാം ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസി ആവുന്നതും വരെയും ബീറ്റ് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് 80 ഗ്രാം തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. പഞ്ചസാര പൊടിച്ചത് തന്നെ ചേർക്കണം. തരിയുള്ള പഞ്ചസാര ചേർക്കരുത്. ഒത്തിരി താമസം എടുക്കും ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. ഇങ്ങനെ നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട ഘട്ടം ഘട്ടമായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചേർക്കുന്നതിനോടൊപ്പം 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഫ്ലോർ ചേർക്കാം. 3-4 തവണയായിട്ട് ഫ്ലോർ ചേർത്ത് 1 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നല്ലതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കുത്തി ഇളക്കരുത്. ബാറ്റർ താന്നു പോവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടണമെങ്കിൽ നല്ല പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ കൂട്ടും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ട്രേ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ്റെ ടെമ്പറേച്ചറിൻ്റെയും വോൾട്ടേജിൻ്റെയും കേക്ക് ടിന്നിൻ്റെ അളവും അനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ ഈ ഒരു അളവിൽ 360 ഗ്രാം തൂക്കം വരുന്ന ഒരു പൈനാപ്പിൾ കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷമേ കട്ട് ചെയ്യാവുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇത്തവണത്തെ ക്രിസ്മസിന് ഇതുപോലെ ഫ്രഷ് പൈനാപ്പിൾ കേക്ക് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. കൂടുതൽ അളവിൽ തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ ഡബിൾ ആക്കി എടുത്താൽ മതി.
അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു ഫ്രഷ് പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇത് ട്രൈയും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.